السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب اطمن بالخير والسعادة. ربنا عليك توكلنا وإليك نبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. മുസാഫിലെ സൂറത്തുൽ കഹ്ഫിന്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് 9ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. മഹാന്മാരാകുന്ന ഈ സൂറത്തിൽ പറയപ്പെടുന്നതും പേര് പറയപ്പെട്ടതുപോലെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങാണ് 9ാമത്തെ ആയത്ത് മുതൽ. 9 മുതൽ 12 വരെയുള്ള ആയത്തുകളിൽ വളരെ സംക്ഷിപ്തമായി ചുരുക്കിയും 12 മുതലുള്ള ആയത്തുകളിൽ 6 വരെ വിശദമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പ്രതിപാദിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഭാഗങ്ങൾ ഇപ്പോൾ ഓതി വെക്കും. ആയത്തിന്റെ പ്രത്യക്ഷാർത്ഥം പറഞ്ഞ് ചുരുങ്ങിയ നിലക്ക് നമ്മൾ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ആദ്യം ഒന്ന് വിശദീകരിക്കും. പിന്നീട് ഇൻഷാ അല്ലാഹ് അതിന്റെ ആയത്തുകളുടെ തഫ്സീറിലേക്ക് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഗഹനമായി ചർച്ച ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടെ നമ്മളിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. സദുദ്ദേശങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി തരട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് കയ്യും പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ് കയ്യും അള്ളാഹു രണ്ടുപേർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ ഖുർആൻ വിശുദ്ധമായ ക്ലാസിന്റെ സവാബുകൾ, ഇവിടെ ഓതപ്പെടുന്ന ഖുർആനിന്റെ വചനങ്ങളുടെ ഹർഫുകളുടെ സവാബും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നാഫിയായ ഇൽമിന്റെ ഓരോ ഹർഫുകളുടെയും സവാബിനെ അള്ളാഹു അവരുടെയൊക്കെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരിലേക്കും അള്ളാഹുവിന്റെ സവാബുകൾ എത്തിച്ചു കൊടുക്കട്ടെ. എന്റെ കൂടെ വന്നു കേട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا
إذا انصططا هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذا اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا صدق الله مولانا العظيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. أم حسبت നബിയെ അങ്ങ് വിചാരിക്കുന്നുവോ അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം അസ്ഹാബുൽ കഹ്ഫ് വറഖീം ഗുഹാവാസികളും അതുപോലെ റഖീമിന്റെ ആളുകളും റഖീം വിശദീകരിക്കാനുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പിന്നെ ഫലകം പേരുകൾ കുത്തിവെക്കുന്ന ഫലകം ഉണ്ടല്ലോ അത്. അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളും അതുപോലെ തന്നെ ഫലകത്തിന്റെ ആൾക്കാരും കാനൂമിൻ ആയാത്തിന അജബ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വളരെ അത്ഭുതകരമാണ് എന്ന് നബിയെ അങ്ങ് വിചാരിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ്, ഇത് അവൽ ഫിത്തിയത്തു യുവാക്കൾ പ്രവേശിച്ച സമയം ഇലൽ കഹ്ഫി ഗുഹയിലേക്ക്. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റസദാ എന്ന് പറഞ്ഞു. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ആതിനാ മിൻ ലദുൻക നിന്റെ പക്കലിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മത്തൻ നിന്റെ കാരുണ്യത്തെ, വഹയ്യിഅ് ലനാ മിൻ അംരിനാ റസദൻ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ ഋജുവായ മാർഗം ഞങ്ങൾക്ക് നീ ഒരുക്കി തരികയും ചെയ്യണമേ. ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി ഫളറബ്നാ അലാ ആദാനിഹിം അപ്പോൾ അവർക്ക് നാം ഉറക്കത്തെ ഇട്ടുകൊടുത്തു. ആ വാക്കിന്റെ ശരിക്കർത്ഥം അവിടെ ചെവിമേൽ ഞാൻ അടിച്ചു എന്നാണ്. അതെന്താണ് അങ്ങനെ പറയുന്നൊക്കെ നമുക്ക് തഫ്സീറിൽ വിശദീകരിക്കാം. ഫളറബ്നാ അലാ ആദാനിഹിം അവർക്ക് നാം എന്ത് ചെയ്തു? സുഖമായ നിദ്രയെ അവർക്ക് നാം നൽകി. ഫിൽ കഹ്ഫി ഗുഹയിൽ സിനീന അദദൻ വർഷങ്ങളാൽ എണ്ണമറ്റ വർഷങ്ങളാൽ അല്ലെങ്കിൽ ധാരാളം വർഷങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് നാം ആ ഗുഹയിൽ അവരെ ഉറക്കിക്കിടത്തി. സുമ്മ ബഅസ്നാഹും പിന്നെ നാം അവരെ ഉണർത്തി. ലിനഅലമ നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അയ്യുൽ ഹിസ്ബൈനി ഏത് വിഭാഗമാണ് അഹ്സാ ലിമാ ലബിസു അമദ അവർ താമസിച്ച ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആ കാലത്തെ കുറിച്ച് കൃത്യമായി അറിയാവുന്നത് ആരാണ് എന്ന് നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നീട് നാം എന്ത് ചെയ്തു? അവരെ ഉണർത്തി. ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കി പറഞ്ഞു. ഒരു സംഗ്രഹം. ഖുർആനിലെ ശൈലി അങ്ങനെയാണ്. ആദ്യം ഒന്ന് എന്ത് ചെയ്യും? ഷോർട്ടാക്കി പറയും. അടുത്ത ആയത്ത് മുതൽ അല്ലാഹു തന്നെ പറയാം, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് നഹ്നു നഖുസ്സു അലൈക നബിയെ അങ്ങേക്ക് നാം വിശദീകരിച്ചു തരാം നബഅഹും അവരുടെ വാർത്ത അവരുടെ വിഷയങ്ങൾ ബിൽ ഹഖി സത്യസന്ധമായി അങ്ങേക്ക് നാം വിശദീകരിച്ചു തരാം. ഇന്നഹും ഫിത്രിയത്തുൻ അവര് ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. ആമനൂ ബി റബ്ബിഹിം അവർ ആ ചെറുപ്പക്കാർ തന്റെ റബ്ബിനെ കൊണ്ട് അവരെ രൂഢമൂലമായി വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ അവർക്ക് നാം ഹിദായത്തിനെ അല്ലെങ്കിൽ നേർമാർഗത്തെ അവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വറബത്നാ അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിന്റെ മേൽ നാം ബന്ധിച്ചു. ഇത് ഖാമു അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ ഫഖാലു അപ്പോൾ അവര് പറഞ്ഞു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ഞങ്ങളുടെ റബ്ബ്
ആകാശഭൂമികളുടെ സമാവാത്തിന്റെയും അർളിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപനായ റബ്ബാകുന്നു ഞങ്ങളുടെ റബ്ബ്. ഇലാഹൻ, ആ റബ്ബിനെ കഴിച്ച് റബ്ബിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിക്കുകയില്ല, ആരാധിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ സതതാ, ഞങ്ങൾ എങ്ങാനും അങ്ങനെ പറഞ്ഞാൽ അത് വലിയ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ അക്രമമായ ഒരു വാക്കായി തീരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യൂല. ഹൗലാഇ ഖൗമുന, ഞങ്ങളുടെ ഈ ജനത ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, അവർ അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളെ ഇലാഹുകളെ അവർ സ്വീകരിച്ചു. ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, എന്താണ് അവർ അതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവരാത്തത്? ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ, അള്ളാഹുവിന്റെ മേൽ കള്ളം പറഞ്ഞുണ്ടാക്കുന്നവരെക്കാൾ വലിയ അക്രമി വേറെ ആരാണ് എന്ന്. നിങ്ങളെ കുടുംബക്കാരെയും നാട്ടുകാരെയും ഒഴിവാക്കിയത് പ്രകാരം, അള്ളാഹുവിനെ അല്ലാതെ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾ ഗുഹയിൽ അഭയം പ്രാപിക്കൂ. യൻസുർലക്കും റബ്ബുക്കും റഹ്മത്തി, അള്ളാഹു അവൻ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് അവൻ വർഷിപ്പിച്ചു തരും. വയുഹയ്യിലക്കും, അവൻ നിങ്ങൾക്ക് ഒരുക്കി തരും. മിൻ അംരിക്കും മിർഫഖ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശരിയായ മാർഗത്തെ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്യും. ഇതാണ് ആയത്തിന്റെ പ്രത്യക്ഷാർത്ഥം, വാക്കർത്ഥം. നമുക്ക് വിശദീകരിക്കാണ്ട് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ നിലക്ക് നമ്മൾ ആ സംഭവം എന്ന് പറഞ്ഞ് ആയത്തിന്റെ ഓരോ വാക്കുകളും, ചർച്ച ചെയ്യപ്പെടേണ്ട ഓരോ വാക്കുകളും തഫ്സീർ നമ്മൾ വിശദീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ? എന്താ സംഭവം? രണ്ട് മുശ്രിക്കീങ്ങളായ ആളുകൾ മദീനയിൽ ചെന്ന് മദീനയിലെ ജൂതന്മാരായ ആളുകളോട് മുത്തുനബിന്റെ റിസാലത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചില ഉപായങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ യഹൂദികൾ പറഞ്ഞു കൊടുത്തു, 3 ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? മുഹമ്മദിനോട് ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യമാണ് എന്ത്? കുറെ കാലം മുമ്പ്, ദീർഘമായ കാലം ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ചെറുപ്പക്കാരെ കുറിച്ച് അറിയാമോ? അതിന്റെ ചരിത്രം എന്താണെന്നുണ്ട് എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പ് തന്നെ അറബികളിൽ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ അറബികൾക്ക് ആളുകൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരുന്നു എന്ത്, ഇങ്ങനൊരു ടീമുണ്ട്, ഗുഹാവാസികൾ എന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് എന്തറിയാം എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഇവര് ചോദിക്കുകയാണ്, ആ ഗുഹാവാസികളെ കുറിച്ച് അങ്ങേക്കറിയുമോ? അപ്പൊ അതിന് മറുപടി ആയിട്ടാണ് അല്ലാഹു എന്ത് ചെയ്യണത്, ഇത് പറയണത്. അപ്പൊ ഒരു വലിയ സംഭവമായിട്ടാണ് എന്ത് ചെയ്യണത്, അവർ ചോദിക്കണത്. എന്തോ ഒരു വലിയ അത്ഭുതകരമായ സംഭവമായിട്ടാണ് അവർ മുത്തുനബിയോട് ഈ ഗുഹാവാസികളെ സംബന്ധിച്ച് ചോദിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് എങ്ങനെയാണ്? അം ഹസിബ്ത, നബിയെ അങ്ങ് വിചാരിക്കുന്നുവോ, അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീനി, അസ്ഹാബുൽ കഹ്ഫി വറഖീൻ, ഈ ഗുഹയുടെയും ഈ ഫലകത്തിന്റെയും ആളുകൾ, കാനൂ മിൻ ആയാതിന അജബ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ വലിയ അത്ഭുതമാണെന്ന് അങ്ങ് വിചാരിക്കുന്നുവോ? അങ്ങനെ വിചാരിക്കണ്ട. അത്ര വലിയ അത്ഭുതമാണ്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് പോലെ ഒരു വലിയൊരു അത്ഭുതകരമായ സംഭവമാണ് എന്നെന്ത് ചെയ്യണ്ട, അങ്ങ് വിചാരിക്കണ്ട. കാരണം അതിനേക്കാൾ അത്ഭുതകരമായത് വേറെയുമുണ്ട്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് സുൽത്താനിയത്തിൽ ഇവരുടെ സംഭവം എന്നത് എന്താണ്? ഒരു സാധാ സംഭവമാണ്. ഇതിങ്ങനെ വലിയ സംഭവമാക്കി അവർ ചോദിച്ചു കൊണ്ടുവരുമ്പോ അങ്ങ് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. 10-15 ദിവസം കാത്തിരിക്കേണ്ടി വന്നില്ലേ? അപ്പോ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. ഈ ആയത്തും ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളും തമ്മിലുള്ള ബന്ധം, തൊട്ടു മുമ്പുള്ള ആയത്തിൽ എന്താ പറയണത്? ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മഅലൈഹാ സഈദൻ ജുറൂസാ. ഈ അണ്ടകടാഹങ്ങളെ, ഈ പ്രപഞ്ചത്തെ അള്ളാഹു പഠിച്ചത് ഒരു പരീക്ഷണ വസ്തുവായിട്ടാണെന്നാണ് പറയണത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പറഞ്ഞ അന്ന് തുടങ്ങാണ്, ഇതിനേക്കാൾ അത്ഭുതകരമാണ് എന്ത്?
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും മറ്റു കാര്യങ്ങളും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, ലൈസ അംറുഹും അജീബൻ മിൻ ഫീ ഖുദ്റതിനാ വ സുൽത്താനിനാ. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം നമ്മുടെ ഖുദ്റത്തിലും നമ്മുടെ സുൽത്താനിയത്തിലും അത്ര വലിയ ഒരു അത്ഭുതകരമായ സംഭവമൊന്നും അല്ല. കാരണം ഫഇന്ന ഖൽഖസ് സമാവാതി വൽ അർദ്, കാരണം ഈ ഭൂമിയെയും ആകാശത്തിന്റെയും സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകൾ ഇങ്ങനെ മാറി 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 വരുന്നത്, വതസ്ഖീറ ശംസി വൽ ഖമരി വൽ കവാകിബി, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അത് അതിന്റെ ഭ്രമണപഥത്തിലൂടെ അള്ളാഹു സഞ്ചരിപ്പിക്കുന്നത്, വഗൈരി ദാലിക മിനൽ ആയാത്തിൽ അദീമ, അതുമല്ലാത്ത ഈ അണ്ടകടാഹത്തിൽ അള്ളാഹു പടച്ചു വെച്ച മറ്റുള്ളതുമായ ഒരുപാട് അത്ഭുതങ്ങൾ, അദ്ദാലത്തി അലാ ഖുദ്റത്തില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരുപാട് പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, അതിനേക്കാളൊന്നും വലുതല്ല നബിയെ ഏത് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ സംഭവം. അന്നഹു അലാ മാ യശാഉ ഖാദിർ, അള്ളാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്. ഇതിന്റെ സംഭവം എന്താണ്? 309 വർഷം ഈ ചെറുപ്പക്കാരായ ആളുകളെ ഒരു ഗുഹയിൽ അള്ളാഹു ഉറക്കിക്കിടത്തി പിന്നീട് ഉണർത്തി എന്നതാണ് സംഭവത്തിന്റെ അതിന്റെ ഉള്ളടക്കം. അതാണ്. അപ്പോ ഒരാളെ അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ 300 വർഷം അല്ലെങ്കിൽ അപ്പുറം വർഷം ഉറക്കിക്കിടത്താൻ ആർക്ക് കഴിയും? ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ ആർക്ക് കഴിയും? അള്ളാഹ്ക്ക് കഴിയും. അപ്പോ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഭൂമിയെ കുറിച്ച് തന്നെ അല്ലെ, നമ്മുടെ ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സൂര്യന് ചുറ്റും ഈ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സയൻസാണ് പറയണത്. അതോടൊപ്പം ഈ ഭൂമി സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുമുണ്ട്. സൂര്യൻ എങ്ങനെ വലയം ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സ്വയം കറങ്ങി. അതുകൊണ്ടാണ് രാവും പകലും മാറി മാറി വരുന്നത്. ഭൂമി സ്വയം എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും എന്ത് ചെയ്യണത്? മാറി മാറി. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഈ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ? എങ്ങനെ കറങ്ങണത്? ഈ ഭൂമുഖത്തുള്ള വലിയ ഈ ബിൽഡിങ്ങും മലയും സംഭവങ്ങളൊക്കെ ഉള്ളതോടുകൂടി ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാ കറക്കണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ അതിനൊക്കെ അത്ഭുതം നോക്കി. അതുപോലെ രാപ്പകലുകളുടെ വ്യത്യാസം. ചിലപ്പോ ഇപ്പൊ പകല് കൂടുതലാണ്, രാത്രി കുറവാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് മാറും. എന്താണ്? പകല് കുറയും, രാത്രി എന്ത് ചെയ്യും? കൂടും. അതിങ്ങനെ സമയാസമയം കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുന്നു, കൃത്യസമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ, അത്ഭുതങ്ങൾ. ഇതിനോടൊന്നുമില്ല നബിയെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ അതങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ അവര് മുശ്രിക്കീങ്ങൾ ഇതൊരു വലിയ സംഭവമാക്കി പൊക്കി കൊണ്ടുവന്ന് ഈ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് എന്ത് ചെയ്യണത്? അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം, ഇതൊക്കെ അള്ളാഹുവിന് നേരത്തെ അറിയുന്ന സംഗതികളാണ്, ഇതൊന്നും അറിയാതെ പോയതല്ല, അത്ര വലിയ അത്ഭുതകരമാണ് എന്നൊന്നും എന്ത് ചെയ്യണ്ട അതിനെക്കുറിച്ച്. എന്നാൽ എന്തുണ്ട്? അതിന് അത്ഭുതമുണ്ട്. പക്ഷെ ഇതാണ് വലിയ അത്ഭുതം എന്ന് എന്ത് ചെയ്യണ്ട, കരുതേണ്ടാന്ന്. എന്ന ആയത്തിൽ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറഞ്ഞു, അല്ലദീ ആതൈതുക മിനൽ ഇൽമി വസ്സുന്നതി വൽ കിതാബ്, നബിയെ അങ്ങേക്ക് നൽകിയ ഇൽമുണ്ടല്ലോ, ഖുർആനും സുന്നത്തുകളും, അള്ളാഹു അങ്ങേക്ക് നൽകിയ വഹയിന്റെ ഇൽമുകൾ, ആ ഇൽമുകൾ അഫ്ളലു മിൻ സഅനി അസ്ഹാബുൽ കഹ്ഫി വറഖീം, അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തെക്കാൾ അത്ഭുതകരമാണെന്ത്? അള്ളാഹു അങ്ങേക്ക് നൽകിയ വഹയിന്റെ ഇൽമു. എല്ലാ ഗൈബിയായ ഇമാം ലഹാക്ക് പറഞ്ഞു, മാ അത്ലഅതുക മിനൽ ഗൈബി അഅജബു, അങ്ങേക്ക് നാം നൽകിയ അദൃശ്യജ്ഞാനങ്ങൾ ഉണ്ടല്ലോ, കുറെ ഗൈബിയായ വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനങ്ങൾ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തെക്കാൾ എന്താണ്? അത്ഭുതകരമാണ്. ഇമാം ജുനൈദ് തങ്ങൾ പറഞ്ഞു, ഇസ്രായിൽ സംഭവിച്ച അങ്ങേറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇസ്രാ മിഅ്റാജ്, ആ സംഭവം ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തെക്കാൾ എന്താണ്? അത്ഭുതകരമാണ്. അതിനോടൊന്നും വരില്ല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു തുടങ്ങുന്നത്.
അം ഹസിബ്ത, ആഗ്രഹം ശ്രദ്ധിക്കും. അം ഹസിബ്ത, നബിയെ അങ്ങ് വിചാരിച്ചുവോ, അന്ന അസ്ഹാബൽ കഹ്ഫി, തീർച്ചയായും കഹ്ഫിന്റെ ആളുകൾ, വറഖീമി, റഖീമിന്റെ ആളുകളും, കാനൂ മിൻ ആയാതിന അജബ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ അത്ഭുതകരമായിരുന്നു എന്ന് അങ്ങ് വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിചാരിക്കണ്ട എന്നർത്ഥം. ഇത് അവൽ ഫിത്രിയത്തു, ചെറുപ്പക്കാർ പ്രവേശിച്ചപ്പോ, ഫിത്രിയത്ത് എന്നാണ്. ഫിത്രിയത്ത് ഫത്തൻ എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ട്, ഫത്ത ആണാല് യുവാവ്, യുവാക്കൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു പിന്നെന്താ പറയാ, ഒരു ടീനേജ് പ്രായം ഉണ്ടല്ലോ. ടീനേജ് പ്രായം കഴിഞ്ഞിട്ട്, ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ 19 വരെയുള്ള പ്രായമാണ് എന്ത്, ടീനേജ് പ്രായം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ കടക്കുന്ന ആ പ്രായത്തിലുള്ളവർക്കാണ് എന്ത് പറയാ, ഫിത്രിയത്ത്, ഫത്തൻ, യുവാവ് എന്ന് പറയാം. അല്ലാണ്ട് 35, 40, 50 വയസ്സൊന്നും ആയിട്ടില്ല. കഴിഞ്ഞാൽ 18, 19 അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ ഇങ്ങനെ പന്തലിക്കുന്ന പ്രായം ഉണ്ടല്ലോ. സത്യത്തിൽ ഇവർ പന്തലിക്കുന്ന കുട്ടികളായിരുന്നു എന്നും എന്ത് ചെയ്യുന്നുണ്ട്, തഫ്സീറിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രായത്തില്, അങ്ങനെയുള്ള വളരെ ചെറുപ്പത്തിലുള്ള ആ പ്രായം, അത് കുട്ടിപ്രായത്തിന് വിട്ടിട്ടേ ഉള്ളൂ, 21 കടന്ന ആ പ്രായത്തിലുള്ള കുട്ടികളായിരുന്നു അവർ. അവർ പ്രവേശിച്ചു എവിടേക്ക്, ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അവർ ദ്വാരക്കാണ്, പടച്ചോനെ, ആതിനാ മിൻ ലദുൻക റഹ്മതൻ, നിന്റെ പക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് എന്ത് ചെയ്യണം, നൽകണം. വഹയ്യിഅ് ലനാ, നീ ഞങ്ങൾക്ക് സജ്ജമാക്കി തരണം, ഒരുക്കി തരണം, മിൻ അംരിനാ റശദാ, നിങ്ങളുടെ കാര്യത്തിൽ നേർമാർഗം എന്താണെങ്കിൽ ആ നേർമാർഗത്തെ, ശരിയായ മാർഗം എന്താണെങ്കിൽ അത് ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം, ഒരുക്കി തരികയും ചെയ്യണം. അതായത് ദഖ്യാനൂസ് എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു രാജാവിൽ നിന്ന്, അവന്റെ വിശ്വാസികളെ കൊന്നെടുക്കുന്ന ക്രൂരനായ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഗുഹയിൽ അഭയം തേടുന്നത്. അപ്പോ ആ നാടും സ്വന്തം ആളുകളൊക്കെ വിട്ടു പോയി അവർ അഭയം പ്രാപിക്കുമ്പോ അവർ അള്ളാഹുവിനോട് ചോദിക്കണം, എന്താണ്, ഞങ്ങൾ ഈ പോകുന്നത് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന കാര്യം കൃത്യമായി നിനക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ റൂട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ശരിയാക്കി. ഏതാണോ ഞങ്ങൾക്ക് ഹൈറാണെങ്കിൽ ആ ഹൈറായ കാര്യം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം, ഒരുക്കി തരണം. ഞങ്ങൾക്ക് അവസാനം എന്തുണ്ടാവാൻ പാടില്ല, ഒരു പരാജയം സംഭവിക്കാൻ പാടില്ല. അത് ഏത് മാർഗമാണോ ശരിയെങ്കിൽ ആ മാർഗം ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം, തയ്യാറാക്കി തരണം എന്നെന്ത് ചെയ്തു, അവര് ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് ആ സംഭവം ഒന്ന് ചുരുക്കി നമുക്ക് വിശദീകരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ തഫ്സീറിലേക്ക് വരാം. ഈ സംഭവം വിശുദ്ധമായ ഖുർആനിൽ മാത്രമല്ല മറ്റു പല ചരിത്ര ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ഗ്രന്ഥകാരനായ എഡ്വേർഡ് ഗിബ്ബൺ വലിയൊരു ചരിത്രകാരനാണ്, ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ എന്നൊരു ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. ധാരാളം വാള്യങ്ങളുള്ള ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ലോക സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ചരിത്രം, റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ചരിത്രം എന്നാണ് ആ ബുക്കിന്റെ പേര്. ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ എന്നാണ് ആ ചരിത്ര ഗ്രന്ഥത്തിന്റെ പേര്. ധാരാളം വാള്യങ്ങളുണ്ട്. അതിന്റെ 33-ാമത്തെ പേജിൽ 7 സ്ലീപ്പേഴ്സ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 സ്ലീപ്പേഴ്സ്, 7 ഉറങ്ങിക്കിടന്ന ആളുകൾ എന്ന പേരിൽ ആ ഗ്രന്ഥത്തിന്റെ 33-ാമത്തെ പേജിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഭവം. മാത്രമല്ല നിരവധി ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും ഈ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്ക് ഖുർആനിൽ മാത്രമല്ല, പക്ഷെ ഖുർആനും ആ ചരിത്ര ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ ഈ ചരിത്ര ഗ്രന്ഥകാരന്മാർക്കൊന്നും കിട്ടാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളും എവിടെ പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ ഉദ്ധരിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണ് ഏറ്റവും സമ്പൂർണമാകുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഖുർആൻ മാത്രമല്ല വേറെയും ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവം ഉണ്ട് എന്ന് ചുരുക്കി പറയട്ടെ. ഒരു നാട്ടില് അഫ്സൂസ് എന്ന് പറയുന്ന ഒരു നാട്, അഫ്സൂസ്, എഫിസസ് എന്നാണ് പിന്നെ ഈ ഗിബൺ ആ നാടിന് പേര് പറഞ്ഞത്, എഫിസസ്. ഇത് പഴയ റോമാ സാമ്രാജ്യത്തിന്റെ ഒരു സ്ഥലമാണ്. ഇത് പഴയ റോമൻ ഒലിബത്യ റൂം എന്ന് പറയുന്ന റോം സാമ്രാജ്യം ഉണ്ടല്ലോ, ആ സാമ്രാജ്യത്തിലെ ഒരു പ്രദേശമാണ് ഇത് ഈ എഫിസസ് എന്നാണ്. കിതാബുകളിൽ അഫ്സൂസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിൽ ആ സ്ഥലത്തിന് അഫ്സൂസ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതായത് ഏഷ്യ മൈനർ ഉണ്ടല്ലോ, ഏഷ്യ മൈനറിന്റെ പശ്ചിമ തീരത്ത് റോമക്കാരുടെ ഏറ്റവും വലിയ പട്ടണവും തുറമുഖവുമായിരുന്നു ഈ അഫ്സൂസ് പട്ടണം. ഇന്നത്തെ ചരിത്ര പ്രകാരം മോഡേൺ തുർക്കി ഉണ്ടല്ലോ, മോഡേൺ തുർക്കിയിലെ ഒരു പ്രദേശമാണ് ഈ എഫിസസ് എന്ന് പറയുന്ന സ്ഥലം. ആധുനിക തുർക്കിയുടെ ഭാഗമാണ് ഇപ്പോ ഈ പറയപ്പെടുന്ന ഈ അഫ്സൂസ് എന്ന് പറയുന്ന. അഫ്സൂസ് എന്ന കിതാബുകളിലും എഫിസസ് എന്ന് ചരിത്ര ഗ്രന്ഥകനായ ഗിബണും രേഖപ്പെടുത്തിയ ഈ പട്ടണം റോമയുടെ പണ്ടത്തെ റോമന്റെ ഭാഗമാണ്. റോമയുടെ പശ്ചിമ തീരത്തുള്ള ഒരു വലിയ പട്ടണവും തുറമുഖമൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം, അതാണ് ഈ അഫ്സൂസ്. ഇന്നത് എവിടെയാണ്? ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമാണ് ഈ പറയപ്പെടുന്ന. അവിടെ ആ നാട്ടില്, അഫ്സൂസ് എന്ന നാട്ടില് ഒരു ഉത്സവം നടക്കുകയാണ്. ഉത്സവം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ പൂരമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പൂരം എന്താ? പൂരം എന്ന് പറഞ്ഞാല് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അവക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന, മൃഗങ്ങളെ കറുത്ത് ബലി കൊടുത്ത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരു ആഘോഷം. വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തുന്ന ഒരു സംഭവമാണ്. വർഷത്തിൽ ഒരു തവണ മാത്രം നടക്കുന്ന ഒരു വലിയ ആഘോഷം നടക്കുകയാണ്. പൂരം പോലുള്ളൊരു സംഗതി, നമ്മുടെ നാട്ടിലെ പൂരം എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സംഗതി. ആബാലവൃദ്ധം ജനങ്ങള് അവിടേക്ക് ഒഴുകി വരുന്നുണ്ട്. ആബാലവൃദ്ധം ജനങ്ങള്, കാരണം കണ്ടമാനം ആളുകള് ആ പൂരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ പൂരം ആ ഉത്സവത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തി. അവിടെ പ്രതിഷ്ഠിച്ച ബിംബങ്ങൾക്ക് മുമ്പില് പിന്നെ അവര് സുജൂദ് ചെയ്യുന്നു, ബലിയർപ്പിക്കുന്നു, അവർ ആരാധിക്കുന്നു. അങ്ങനെ കളിയും തമാശയും ചിരിയൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഒരു ആഘോഷം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പൂരം നടന്നാലും എല്ലാം ഉണ്ടാവുമല്ലോ. വിഗ്രഹത്തിന്റെ ഉള്ളിൽ പൂജ ഇങ്ങനെ നടക്കും, പുറത്തിങ്ങനെ വിനോദങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവം. അങ്ങനെ ചില യുവാക്കള് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള്. അവര് തങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം വിവിധ നാടുകളിൽ നിന്ന് വന്നതാണ് ഈ ആഘോഷത്തിന് വേണ്ടിയിട്ട്. കിതാബുകളിൽ കാണാം, ഇവരൊക്കെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ മക്കളാണ് ഈ പറയപ്പെട്ട ചെറുപ്പക്കാർ. വെറും സാധാരണക്കാരല്ല. ചരിത്രത്തിൽ വിവിധ തഫ്സീറുകളിൽ കാണാം, ഇവര് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഷ്യനായ മത്താ റളിയല്ലാഹു അൻഹു, എന്താ പറയുന്നത് പറയാം, മാത്യു എന്ന് ഇംഗ്ലീഷിലും മത്തായി എന്ന് മലയാളത്തിലൊക്കെ പറയുന്ന ചരിത്രത്തിൽ കിതാബുകളിൽ മത്ത എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഈസാ നബിന്റെ ഹവാരിയങ്ങൾ, അവരെ കുറിച്ച് ഖുർആനിൽ പറയുന്നത് എന്താണ്? നഹ്നു അൻസാറുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ അവർ. അത് ഈസാ നബിക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും രണ്ടാമത്തെ ആളാണ് ആര്? ഈ മത്ത. ഏറ്റവും അവസാനത്തെ ആളാണ് ആര്? ചതിയൻ യഹൂദ. അല്ലെ, മത്ത റളിയല്ലാഹു തആല അൻഹു പ്രബോധന ആവശ്യാർത്ഥം ഈ പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മത്ത റളിയല്ലാഹു തആല അൻഹുവിന്റെ ദഅവത്തിലൂടെ ഈ തൗഹീദിലേക്ക് വന്നവരാണ് ആര്? ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ അവര് ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് മാനസികമായി ഈ പ്രബോധനത്തിലൂടെ വിഗ്രഹാരാധനയെ വെറുത്തവരാണ് ആര്? ഈ ചെറുപ്പക്കാർ. അവർ മോശക്കാരല്ല, രാജകുടുംബത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ആ നാട്ടിലെ വലിയ ആളുകൾ, പ്രമാണിമാരുടെ മക്കളൊക്കെയാണ് ആര്? ഇവര് ചെറിയ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ രക്ഷിതാക്കളോട് കൂടെ എന്ത് ചെയ്യും? ആഘോഷങ്ങൾക്ക് പോകും. പക്ഷെ പരസ്യമായി എന്ത് ചെയ്തിട്ടില്ല?
കുടുംബക്കാരൊക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയാണ്. പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, അക്രമങ്ങൾ നേരിടേണ്ടി വരും. അപ്പോ കുടുംബത്തിലെ ആളുകളോടൊപ്പം എന്ത് ചെയ്തു, അവര് വിവിധ നാടുകളിൽ നിന്ന് വന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ അഫ്സൂസ് പട്ടണത്തിലെ ഈ ആഘോഷത്തിന് വേണ്ടി. അവര് തന്റെ ജനങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ ചെയ്തികളൊന്നും അവർക്ക് എന്താണില്ല, ഇഷ്ടാനില്ല. മാനസികമായി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അതൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയണില്ല. അവര് ഇങ്ങനെ ആലോചിച്ചു, എന്തിനാ അവർ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത്? ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തിനാണ് അവർ ബലി കൊടുക്കുന്നത്? ഇതൊക്കെ ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടതൊക്കെ ഈ ആകാശഭൂമികളെ പടച്ച അള്ളാഹുവിനല്ലേ അത് കർപ്പിക്കേണ്ടത്. പിന്നെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യണതിന്റെ ആ ഒരു സംഗതി എന്താണ് എന്നിങ്ങനെ മാനസികമായി അവരെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവരിതിലൊന്നും ഇടപെട്ടില്ല. അവർ ഈ സംഭവത്തിലൊന്നും എന്തായില്ല, പങ്കെടുത്തില്ല. അവരിങ്ങനെ മാറി നിന്ന് സമയം ഇങ്ങനെ നീണ്ടുപോയി. അതില് ഒരാള്, ഒക്കെ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്നവരാണ്, ആരും ഒന്നിച്ചു വന്നവരല്ല ഈ ചെറുപ്പക്കാര്. ആദ്യം ഒരാൾ വന്നിട്ട് അവിടെ ഇരുന്നു, ഒരു മരച്ചോട്ടിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ പുറത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വേറെ ആൾ വന്നിട്ടിരുന്നു. അങ്ങനെ 6 ആളുകൾ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സംബന്ധമായി പറയുന്നു, കാന ലഹും മുജ്തമഉൻ ഫി സനതി യജ്തമഉന ഫീ ലാഹിൽ ബലദ് വകാനു യഅബുദൂന അൽ-അസ്നാമ വത്തവാഗീത് വയദ്ബഹൂന ലഹാ വകാന ലഹും മലികുൻ ജബ്ബാറുൻ അനീദുൻ യുഖാലു ലഹു ദഖിയാനൂസ്. ആ നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേര് ദഖിയാനൂസ് എന്നാണ്. ദഖിയാനൂസ്. അവന്റെ സ്വഭാവം തഫ്സീർ പറയട്ടെ, വകാന യഅ്മുറു അൻ-നാസ ബിദാലിക വയഹുദ്ദുഹും അലൈഹി വയദഉഹും ഇലൈഹി. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തന്റെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനായ, അഹങ്കാരിയായ, അക്രമിയായ ഒരു ഭരണാധികാരിയായിരുന്നു അന്ന് ഈ റോം ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ അഫ്സൂസ് പട്ടണം ഭരിച്ചിരുന്ന ഈ ദഖിയാനൂസ് രാജാവ്. മാത്രമല്ല, ജനങ്ങള് ഈ വിഗ്രഹാരാധനക്ക് എതിരാകുമ്പോൾ അവരെ ആക്രമിച്ച് അതിനുവേണ്ടി നിർബന്ധിക്കുകയും അതിന് സമ്മതിക്കാത്ത ആളുകളെ കൊന്നുകളയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ആര്? ഈ ദഖിയാനൂസ് രാജാവ്. അങ്ങനെ ഈ ആഘോഷത്തിന് വേണ്ടി ഇവർ പുറപ്പെട്ടു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാം, ഇത് കണ്ട് മനസ്സുമെടുത്ത് ഓരോരുത്തരും എന്ത് ചെയ്തു, തന്റെ ആൾക്കാരെ കൊടുത്ത് അവരിങ്ങനെ പുറകോട്ട് മാറി അവരിങ്ങനെ ഓരോരുത്തരും വന്നിരുന്നു. അങ്ങനെ ഫജഅല കുല്ലു വാഹിദ് മിൻഹും യതഖല്ലസു മിൻ ഖൗമിഹി വയൻഹാസു മിൻഹും വയതബറസു അൻഹും നാഹിയതൻ ഫകാന അവ്വല മൻ ജലസ മിൻഹും അഹദുഹും ജലസ തഹത ദല്ലി സജറത്തിൻ. ആദ്യം ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. കുറച്ച് അകലെ ഇതൊക്കെ മാറി, അതിനൊന്നും കൂടാണ്ട് മാറി നിന്നു. പിന്നെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നു. പക്ഷെ ഈ വന്ന ഓരോരുത്തർക്കും മറ്റുള്ള ആളുകളെ എന്താവൂലായിരുന്നു, മുമ്പ് പരിചയമല്ല. വിവിധ നാടുകളിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ ആർക്കും ആരെയും പരിചയമല്ല. ഈ 5-6 ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നിരുന്ന് ഈ മരച്ചോട്ടിൽ ഇങ്ങനെ ഇരുന്നു, മിണ്ടാതിരുന്നു. പരസ്പരം മിണ്ടിയാൽ ഇത് പുറത്താകുമെന്ന് പഠിച്ചിട്ട് ആരും എന്ത് ചെയ്യണില്ല, ഒന്നും ഇപ്പൊ പറഞ്ഞാല് അങ്ങനെ ഇവരിങ്ങനെ കുറെ സമയം മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. ഈ സംഭവത്തോട് ചേർത്തി പറയട്ടെ, ഒരു ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അൽ അർവാഹു ജുനൂദും മുജന്നദ. അൽ അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു സംഘങ്ങളാണ്. ആത്മാവുണ്ട്, വെച്ചാൽ റൂഹ്. ഈ റൂഹ് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു സംഘമാണ് എല്ലാരും റൂഹ്. എന്നൊരു മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഫമാ തഅറഫ മിൻഹാ ഇഖ്തലഫ. പിന്നെ ആത്മീയ ലോകത്ത് പരസ്പരം ഇണങ്ങിച്ചേർന്ന റൂഹുകൾ ദുനിയാവിൽ പരസ്പരം കണ്ടാൽ എന്ത് ചെയ്യും, തിരിച്ചറിയും. വമാ തനാക്കറ മിൻഹാ ഇഖ്തലഫ. ആത്മീയ ലോകത്ത് പരസ്പരം പരിചയമില്ലാത്ത അല്ലെങ്കിൽ എതിരായിട്ടുള്ള ആത്മാവുകൾ ഭൂമിയിൽ കണ്ടാലും ഉണ്ടാവും, അവർ പരസ്പരം പിന്നെ അപരിചിതത്വം ആ റൂഹുകൾക്ക് ഉണ്ടാവും. അപ്പോ ആത്മാക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട സംഗതി ആത്മീയ ലോകത്ത് ഇവർ പരസ്പരം അറിയാവുന്നവരായത് കൊണ്ട് തന്നെ ഈ റൂഹുകൾ, ഈ ചെറുപ്പക്കാരുടെ ആത്മാവ് എന്ത് ചെയ്തു,
ഒരുമിച്ചു. ഇവർക്ക് പരസ്പരം ബന്ധപ്പെടണം. എന്തായി, ആദ്യം വന്നിരുന്നപ്പോൾ മുണ്ടിയില്ലെങ്കിലും പിന്നീട് അവർ പരസ്പരം എന്ത് ചെയ്തു? കാരണം ഇവരൊക്കെ ഒറ്റ മൈൻഡാണല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ ഒറ്റ മൈൻഡ്, എല്ലാവരും ഒരേ മൈൻഡിലാണ്. അങ്ങനെ കുറെ നേരം ഇരുന്നപ്പോ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നമ്മളിപ്പോ ഓരോരുത്തരും ഇങ്ങനെ വന്ന് മാറിയിരിക്കണത് എന്താണ്? എന്താ ഇങ്ങനെ വന്നിരിക്കണതിന്റെ സംഗതി എന്താണ്? ഓരോരുത്തർക്ക് പോലെ കാരണം ഉണ്ടാവുമല്ലോ. അതിൽ നിന്നൊക്കെ, ഈ ആഘോഷങ്ങളിൽ നിന്നും ഈ ആരാധനകളിൽ നിന്നൊക്കെ മാറി ഈ മരച്ചുവട്ടിൽ ഇങ്ങനെ വന്നിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും അവനാന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പറയാമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചു തുടങ്ങാണ്. സംസാരിച്ചു തുടങ്ങിയപ്പോ ഒരാള് പറഞ്ഞു, അവനവന്റെ കാര്യം അവനക്ക് അറിയാലോ, എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് തുറന്നു പറയാം. ഒരാള് പറഞ്ഞു, എന്റെ ജനതയുടെ നിലപാടുണ്ടല്ലോ, എന്തോ ജീവനില്ലാത്തൊരു വിഗ്രഹത്തിന് വേണ്ടി ഈ ആരാധിക്കുന്ന ഈ സ്വഭാവം ഇക്കത് തീരെ എന്ത് ചെയ്യണില്ല, ദഹിക്കണില്ല, കണ്ടുപിടിക്കണില്ല. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഇതൊക്കെ ഈ ആരാധനയും ബലികളൊക്കെ അർപ്പിക്കേണ്ടത് ആകാശഭൂമികളെ പടച്ച അള്ളാഹ്ക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഈ വിഗ്രഹങ്ങൾക്ക് ഈ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്താണില്ല, ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സും എടുത്ത് ഞാൻ എന്ത് ചെയ്താണ്, അവിടുന്ന് മാറിക്കിട്ട് പോന്നാണെന്നാണ്. അപ്പൊ ഇതേ കാര്യം തന്നെ അടുത്താളും പറഞ്ഞു, ഇതേ കാര്യം തന്നെ എന്ത് ചെയ്തു അടുത്താളും. അങ്ങനെ 6 ആളുകളും ഇതേ സംഭവം തന്നെ എന്ത് ചെയ്യാണ്, പറയാണ്. അങ്ങനെ അവര് എല്ലാരും ഒരേ മൈൻഡിലാണല്ലോ. അപ്പോ എല്ലാരും ഒരേ മൈൻഡിലാണ്. ആദ്യം ഒന്നും മുണ്ടാഞ്ഞത് ഇവര് അടുത്തുള്ള ആളെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് മുണ്ടാതിരുന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു, അവര് കൂടി തീരുമാനിച്ചു, അവര് നാട്ടുകാരും കുടുംബക്കാരും എന്തൊക്കെ ചെയ്യട്ടെ, നമുക്ക് ഇവിടെ ചെറിയ ഒരു 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 ആലയം പണിത് നമുക്ക് അവിടെ ഉള്ളിരുന്ന് എന്ത് ചെയ്യാം, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലി നിസ്കരിച്ചിട്ട് അള്ളാഹ്ക്ക് ഇബാദത്തായി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള 6 ആളുകൾ അവിടെ ഒരു ചെറിയ മട്ടത്തിൽ എന്ത് ചെയ്തു, ഒരു ആലയം പണിത് അവരതിനെന്ത് ചെയ്തു, ഇബാദത്തുമായി കഴിഞ്ഞുകൂടി. ഇതാണ് ഇതിന്റെ തുടക്കം. ഇതുവരെ ഇബ്നു കസീർ നമ്മൾ ഉദ്ധരിച്ച സംഭവമാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് പിന്നെ അവരെന്ത് ചെയ്തു, പിന്നെ ഒരു ആലയം അവിടെ പണിത്. ആരാധന എന്ന് പറഞ്ഞാൽ വലിയ പള്ളി അങ്ങനത്തൊന്നുമല്ല. എന്നാൽ ഇവരാരും മോശക്കാരും അല്ല. രാജാക്കന്മാരൊക്കെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, അത്യാവശ്യമൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്തു, അവർ കഴിഞ്ഞു കൂടുമ്പോ ചില ആളുകള് ഇതൊക്കെ ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. എന്താ ഇവർക്ക് ഒരു 5-6 ചെറുപ്പക്കാർ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്താ പണി, ഇവര് മാത്രം ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് മാറിപ്പോന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഇവർക്ക് എന്താ പണി നോക്കുമ്പോ അവരൊന്നും ചെയ്യാത്ത പ്രത്യേകമായ ഒരു ഇബാദത്തുമായിട്ട് ഇവരിങ്ങനെ കഴിഞ്ഞുകൂടാ. അവര് നേരെ ചില ആളുകൾ എന്ത് ചെയ്തു, ഈ സംഭവം ആർക്ക് ചോർത്തി കൊടുത്തു, രാജാവിന് ചോർത്തി കൊടുത്തു. രാജാവിന്റെ മുമ്പിൽ ഇവരെ ഹാജരാക്കപ്പെട്ടു. ആരെ? ഈ ചെറുപ്പക്കാരെ രാജാവിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. രാജാവ് അവരെ ചോദ്യം ചെയ്തു. ഏതാ രാജാവ്? ദഖ്യാനൂസ് രാജാവ്. ആ രാജാവ് ഇവരെ ചോദ്യം ചെയ്തപ്പോ, എന്താണ് നിങ്ങള് പിന്നെ നിങ്ങളുടെ നാട്ടുകാരായി പട്ടണക്കാർ ചെയ്യണത് പോലെ എന്തുകൊണ്ട് നമ്മുടെ ദൈവങ്ങൾ ആരാധിക്കുന്നില്ല? രാജഭരണം, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് രാജാക്കന്മാർ എന്ന് വിശ്വസിക്കുന്ന കാലാണ്. ഓരോ രാജാക്കന്മാരും ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരാണ് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് രാജാവ് കൽപ്പിച്ചാൽ ആര് കൽപ്പിക്കുന്നത് പോലെയാണ് ദൈവം കൽപ്പിക്കുന്നത്. ദൈവകൽപ്പന ലംഘിക്കുന്നത് പോലെയാണ് രാജകൽപ്പന ലംഘിക്കുന്നത് എന്നാണ് അന്നത്തെ വിശ്വാസം. അതുകൊണ്ട് രാജാവ് കൽപ്പിച്ചാൽ എന്ത് ചെയ്യണം, സ്വീകരിച്ചോളണം. പക്ഷെ ഈ ചെറുപ്പക്കാര് പറഞ്ഞു, ഞങ്ങൾ എന്തിനു ബലിയർപ്പിക്കണം ഈ വിഗ്രഹങ്ങൾക്ക്? ശരിക്ക് കൂട്ടത്തിൽ ഒരാൾ നീച്ചതിന് പറഞ്ഞു, അതാണ് ഇത് കാമു. അവർ എഴുന്നേറ്റ് പറഞ്ഞപ്പോ ഞങ്ങള് ഈ വിഗ്രഹങ്ങൾക്ക് എന്താവൂല, ആരാധിക്കൂല. ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ പടച്ച ഈ അണ്ടകടാഹം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ഞങ്ങൾ എന്താവൂല വിഗ്രഹങ്ങൾക്ക്, അള്ളാഹനെ കൂടാതെ മറ്റൊന്നിനെയും ഞങ്ങൾ ആരാധിക്കൂല. ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അക്രമം പറയുന്നവരായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളയും, ഞങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കൂല എന്നവരെ പറഞ്ഞു. ഈ സമയത്ത് രാജാവ് അവർ അണിഞ്ഞ വസ്ത്രങ്ങളും അവരുടെ ആഭരണങ്ങളൊക്കെ കഴിച്ചു വെച്ചു. ഈ ചെറുപ്പക്കാര് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഒരു 18-17 വയസ്സൊക്കെ ഉണ്ടല്ലോ,
ആ 18-19 വയസ്സുള്ള ആ ഒരു പ്രായം എന്ത് ചെയ്യണം മനസ്സിലേക്ക് വരേണ്ടത്, അതാണ് അവരുടെ പ്രായം. അങ്ങനെ രാജാവ് അവരുടെ വസ്ത്രവും അവരുടെ ആഭരണം കഴിച്ചു വെച്ച് അവരെ പിന്നെ ശിക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കുമ്പോ രാജാവിന്റെ മനസ്സിൽ എന്ത് ചെയ്തു, ഇവരെ പ്രായം കണ്ടപ്പോ അവരോട് ചെറിയ അനുകമ്പ തോന്നി. അവരെ പറഞ്ഞു, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങള് കിതാബില് പിന്നെ അൽ ജവാഹിർ എന്ന കിതാബിനെ സംബന്ധമായി പറയണത് നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാൻ പ്രായമായിട്ടില്ല, നിങ്ങൾക്ക് ചെറുപ്പക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സമയം തരാം, നിങ്ങളെപ്പോ ഞാൻ വെറുതെ വിടാം. നിങ്ങൾ ആലോചിക്കണം, നന്നായി ആലോചിക്കണം. വീട്ടിൽ പോയി നാട്ടിൽ പോയി രക്ഷിതാക്കളെ കൂടി ആലോചിച്ച് ഈ തീരുമാനം വേഗം ചെയ്യണം, മാറ്റണം. ഞാൻ തൽക്കാലം വേറെ നാട്ടിലേക്ക് പോവുകയാണ്. എന്തിന്? അവിടുത്തെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിട്ട് ഞാൻ വേറെ നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോ എന്തുണ്ടാവാൻ പാടില്ല, ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുവരെ നിങ്ങൾക്ക് സമയം തരാം, നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവിടെ പ്രായത്തിന്റെ ആ ഒരു അനുകമ്പ, പ്രായത്തിനോടൊരു അനുകമ്പ തോന്നി ഈ ദഖ്യാനൂസ് രാജാവിന്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു അവസരം കൊടുക്കാന്നുള്ള നിലക്ക് ഒന്നാം ഘട്ടം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണ്ട, അവരെ കൊന്നുകളയണ്ട, ഒരു അവസരം കൊടുക്കുക, എന്താ കാട്ടാൻ നോക്കാന്ന് കരുതിയിട്ട് രാജാവ് അവരെന്ത് ചെയ്തു, പറഞ്ഞു വിട്ടു. നിങ്ങൾ കൂടി നാട്ടിൽ പോയി കുടുംബത്തിൽ ചെന്നിട്ട് നല്ലോണം ആലോചിച്ച് ഇനി ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങൾ അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് അവരെ പറഞ്ഞയച്ചപ്പോ അവർ ഗ്യാപ്പ് കിട്ടിയല്ലോ. അവരിങ്ങനെ ആലോചിച്ചു എന്ത് വേണമെന്ന് ആലോചിച്ചു. അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇവിടെ അടുത്ത് എഞ്ചലൂസ് എന്നൊരു പർവ്വതമുണ്ട്. എഞ്ചലൂസ്, എനിക്ക് പരിചയമുണ്ട്. എൻ്റെ വാപ്പ അവിടെ എന്ത് ചെയ്യാറുണ്ട്, മൃഗങ്ങളെ പിന്നെ മേയ്ക്കാനൊക്കെ പോകാറുണ്ട്, അവിടെ വിശ്രമിക്കാൻ കഴിയുന്ന, താമസിക്കാനൊക്കെ പറ്റുന്ന, ഉള്ളിൽ നല്ല വിശാലതയുള്ള ഒരു ഗുഹാ പർവ്വതത്തിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് പോകാം, അവിടെ അഭയം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അവർ പോയി. പോണത് എങ്ങനെയാണ് പോണത്? ഇവർ നാട് വിടുകയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാൻ പാടില്ല. അപ്പൊ അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല പറഞ്ഞു, അന്നഹും കാനൂ ഫറകിബു സുമ്മ അഖദൂ ബിൽ നഅബി ബിസൗലജാനി ഹത്താ ഖലസു ബിദാലിക്. അവര് പിന്നെ ഒരു പന്ത് ഇങ്ങനെ തട്ടിയിട്ടാണ് നീന്നത്. പന്ത് കുട്ടികളിങ്ങനെ പന്തട്ടിങ്ങനെ നടക്കൂലോ, കളിക്കാൻ പോകാന്നുള്ള രൂപത്തിന്. അത് സൗലജാൻ എന്ന് പറഞ്ഞാൽ ഹോക്കി ഉണ്ടല്ലോ, ഹോക്കി, സൗലജാൻ എന്ന് പറയാം. അപ്പോ ഈ ബാറ്റും പന്തും ഈ ഹോക്കിന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ എന്താ മനസ്സിലാക്കാം, ഒരു കുട്ടികൾ എന്ത് ചെയ്യാണ്, കളിക്കാൻ പോവാണ്, നാട് വിട്ടു പോലെ ഓരോ വിശ്വാസമൊക്കെ മാറി ഒരു കളിക്കാൻ പോവാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, ഈ ചെറുപ്പക്കാര് നാട്ടിൽ നിന്ന് പോയി. അങ്ങനെ പോണത് കൊടുക്കാണ് ഈ എഞ്ചലൂസ് പർവ്വതത്തിലെ ഗുഹയിലേക്ക് പോകുന്ന വഴിയിൽ ഒരാളും കൂടി എന്ത് ചെയ്തു, ഒരു ആട്ടിടനായ ഒരാളും കൂടി ഇവരെ കൂടി. അപ്പൊ എത്ര ആളായി? 7 ആളായി. മാത്രല്ല ഒരു നായയും കൂടി. ഈ ആട്ടിടയന്റെ കൂടെയുള്ള നായയും എന്ത് ചെയ്തു, ഇവർ കൂടെ കൂടി. നായ പിന്നാലെ കൂടിയ പ്രശ്നമാണെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം നായ പിന്നാലെ കൂടി എന്തുണ്ടാവുക, 2 കാരണങ്ങളാണ്. ഒന്ന്, നായ ഓരിടും. ഓരിടുമ്പോ എന്ത് മനസ്സിലാവും, നായന്റെ ആളുകൾ ഉള്ളിടത്ത് എന്തുണ്ടാവുള്ളൂ, കാട്ടിൽ എന്തുണ്ടാവൂല, നായ്ക്കൾ അവിടെ ഉണ്ടാവൂല. കാട്ടിൽ നായ്ക്കൾ ഉണ്ടാവൂല, നായ്ക്കൾ എവിടെ ഉണ്ടാവുള്ളൂ, മനുഷ്യ സഹവാസം ഉള്ളിടത്തേ എന്തുണ്ടാവുള്ളൂ, നായ്ക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നായ നമ്മളെ പുറകെ കൂടിയാൽ നായ ഓരിടുമ്പോ അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മലന്റെ മുകളിൽ എന്തുണ്ട്, ആൾ താമസമുണ്ട്. അപ്പൊ അവിടെ പോയോക്കാൻ കരുതി. എങ്ങാനും രാജാവിന്റെ ആളുകൾ ഇവിടെ വന്നാൽ നമ്മൾ എന്തായി പോകും, കുടുങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് നായനെ കൂടെ കൂട്ടണ്ടാന്ന് കരുതി നായനെ ഇവര് ശക്തമായി പല തവണ എറിഞ്ഞോടിച്ചു. 1 തവണ 2 തവണ അല്ല, പല തവണ എറിഞ്ഞോടിച്ചപ്പോ അവസാനം നായ പറഞ്ഞു, നിങ്ങൾ ഇന്നെ എത്ര ഓടിച്ചിട്ട് കാര്യമില്ല, ഞാൻ പോവില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്നേഹിക്കുന്നവനാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ഇന്നെ എന്തിട്ടും കാര്യമില്ല, ഞാൻ എന്താവൂല, പോകൂല എന്ന് പറഞ്ഞു. നായ പിന്നാലെ കൂടി. അപ്പോ എത്ര ആളായി? 7 ആളുകളും ഒരു നായി. 8 ആളുകളല്ല, നായനാളാക്കണ്ട, 7 ആളും ഒരു നായി. എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഖുർആൻ തന്നെ എന്തെങ്കിലും പറയുന്നുണ്ട്, കൃത്യമായ എണ്ണ, കൽബുഹും സാമിനുഹും എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ആ ആയത്ത് സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അങ്ങനെ ഇവര് പോയി ആ ഗുഹയിൽ എന്ത് ചെയ്തു. അപ്പോ കൂട്ടത്തില്
പിന്നെ രണ്ടാമത് കൂടിയ ഈ ആട്ടിട ഉണ്ടല്ലോ, അയാളുടെ പേരാണ് തംലീഹ. ഈ തംലീഹാണ് ഇവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാതെ കൊടുന്നു കൊടുക്കാറുള്ളത്. അങ്ങനെ ഇവർ ഗുഹയിൽ എന്ത് ചെയ്തു, ചെന്നിരുന്നു, ഇബാദത്തുമായി കഴിഞ്ഞുകൂടി, ദിക്റും തസ്ബീഹും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ കഴിഞ്ഞുകൂടി. ഈ തംലീഹ് എന്ത് ചെയ്യും, മലന്നിറങ്ങി വന്ന് പട്ടണത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും, ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ ദഖ്യാനൂസ് രാജാവ് തിരിച്ചു വന്നു. ദഖ്യാനൂസ് രാജാവ് തിരിച്ചു വന്ന് ഇവരെ കുറിച്ച് അന്വേഷണം തുടങ്ങി. എവിടെ എന്നുള്ളത്, ദഖ്യാനൂസ് രാജാവ് വന്ന സമയത്ത് ഈ തംലീഹ പട്ടണത്തിലുണ്ട്. എവിടെ, ഭക്ഷണ സാധനം വാങ്ങാൻ വന്നി പട്ടണത്തിലുണ്ട്. തംലീഹ വിവരം അറിഞ്ഞു. തംലീഹ നേരെ ഗുഹയിൽ ചെന്ന് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, രാജാവ് വന്നിട്ടുണ്ട്, നമ്മൾ അന്വേഷിച്ചവർ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അവർക്ക് ആ പേടിയായി. എന്താ ചെയ്യുക, രാജാവ് വന്നപ്പോ കുടുങ്ങല്ലോ, കുറിച്ച് കൊണ്ടുപോയി നമ്മളെ വിശ്വാസത്തിനാണെന്ന് അറിഞ്ഞാൽ നമ്മളെ കൊല്ലും, എന്തു ചെയ്യും. ഈ തംലീഹ പറഞ്ഞു, ആരും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളീം, നന്നായി ഭക്ഷണം കഴിച്ചോളീം, എന്നിട്ട് എല്ലാരും കൂടി ഇവിടെ പിന്നെ അള്ളാഹുൽ പരമിൽ തവക്കുലാക്കി ഇവിടെ നമുക്ക് ഇരിക്കുക. സംഭവിക്കണം എന്താ വെച്ചാൽ എന്ത് ചെയ്യട്ടെ, സംഭവിക്കട്ടെ. അപ്പോഴാണ് അവർ ദ്വാരുന്നത് എന്ത്, റബ്ബന ആതിന മില്ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ, പഠിച്ചോനെ ഞങ്ങളുടെ കാര്യത്തിൽ എന്താണോ ശരിയായ മാർഗമെങ്കിൽ ആ മാർഗം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നീ സജ്ജമാക്കി തരണം, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, അനുഗ്രഹിക്കണം. അവർ ദുആ ചെയ്തു. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചിരുന്നു, പരസ്പരം വസിയത്ത് ചെയ്തു. അങ്ങനെ ഇരുന്ന ആ സമയത്ത് ഫളറബ്നാ അലാ ആദാനിഹിം, അല്ലാഹു അവർക്ക് എന്ത് ചെയ്തു, ഉറക്കട്ട് കൊടുത്തു. ലറബ്നാ അലാ ആദാനിഹിം എന്ന് പറഞ്ഞാൽ ചെവിയിൽ ഇങ്ങനെ പിന്നെ ഒരു മന്ദമാരുതന്റെ തഴകൽ ഇങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു, ഒരു ചെറിയ കാറ്റിങ്ങനെ അടിച്ചപ്പോ ആ ഗുഹ എന്ത് ചെയ്തു, അവർ കടന്ന് ഉറങ്ങിയപ്പോ ഈ രാജാവ് യുവാക്കളെ കുറിച്ച് അന്വേഷിച്ചു ചുറ്റുപാടും പോയി. അങ്ങനെ എവിടെത്തി ഗുഹാമുഖത്ത് എന്ത് ചെയ്തു, അവര് എത്തി. ഈ ചെറുപ്പക്കാരും ഉറങ്ങി, നായയും എന്ത് ചെയ്തു, അള്ളാഹു ഉറക്കിക്കളഞ്ഞു. നായനെയും എന്ത് ചെയ്തു, അള്ളാഹു ഉറക്കിക്കളഞ്ഞു. ഉറക്കത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നത് എങ്ങനെ തഫ്സീർ സ്വീകരിക്കാം. ഉറങ്ങിയ സമയത്ത് കണ്ണ് തുറന്നിട്ടാണ് എന്ത് ചെയ്യണത്, അവര് കടന്ന് ഉറങ്ങണത്. നായ ഗുഹന്റെ ഉള്ളിലായിരുന്നില്ല. നായ എവിടെയായിരുന്നു, കൽബുഹും ബിൽ വസീദ്. വിശദീകരിക്കാം, ആ തഫ്സീർ വിശദീകരിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, രാജാവ് വന്നപ്പോ രാജാവ് ഈ ഗുഹയിൽ കയറി നോക്കിയപ്പോ രാജാവിന്റെ ഉള്ളിൽ ഭയങ്കര പേടി തോന്നി. അള്ളൊരു പേടിയിട്ട് കൊടുത്തു. ഉള്ളിൽ കയറിയപ്പോ ഇവര് ഈ ഉറക്കവും കിടത്തൊക്കെ പടം കണ്ടപ്പോ രാജാവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയും ബേജാറും, ഭയങ്കര ബേജാറ്. രാജാവ് പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് രാജാവിനെ എന്ത് വേണമെന്ന് ആലോചിച്ചു. അങ്ങനെ അള്ളാഹ് അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, ആ ഗുഹന്റെ മുഖം എന്ത് ചെയ്യാ, അടച്ചു കളയാന്ന്. അങ്ങനെ ഗുഹന്റെ മുഖം അടച്ചു, മതില് കെട്ടി അടച്ചു. പറഞ്ഞു, ഒരു പുറത്തേക്ക് വരണ്ട, പട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് എന്ത് ചെയ്യട്ടെ, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പണി കഴിയട്ടെ എന്ന് കരുതി. അങ്ങനെ കരുതിയിട്ടാണ് എന്ത് ചെയ്തത്, ആ ഗുഹന്റെ മുഖം എന്ത് ചെയ്തത്, അടച്ചു കളഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു, അടച്ചു കളഞ്ഞു പോന്നു. രാജാവിന്റെ ഉദ്ദേശം ഇതാണ്, അടച്ചു കളഞ്ഞാൽ പിന്നെ എന്താവൂല, പുറത്തേക്ക് വരില്ല. പുറത്തേക്ക് വന്നില്ലെങ്കിൽ എന്ത് കിട്ടൂല, ഭക്ഷണം കിട്ടൂല. ഭക്ഷണം കിട്ടില്ലെങ്കിൽ എന്താവും, പട്ടിണി പിടിച്ചിട്ട് അങ്ങനെ മരിച്ചു പോകുന്നല്ലോ. പക്ഷേ അള്ളാന്റെ തീരുമാനം എന്തായിരുന്നു, വേറൊന്നായിരുന്നു. ഇതേ സമയത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ മറച്ചു വെച്ച രണ്ടാളുകൾ ഉണ്ടായിരുന്നു. വിശ്വാസികളാണ്, പക്ഷെ രാജാവിന്റെ കൊട്ടാരത്തിലാണ്, പേടിയാണ്, അതുകൊണ്ട് മുണ്ടൂല. പക്ഷെ ഉള്ളിൽ എന്തുണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസമുള്ള രണ്ടാളുകൾ എന്ത് ചെയ്തു, ഈ പറയപ്പെടുന്ന ആളുകളുടെ പേരുകൾ എന്ത് ചെയ്തു, ഒരു ഈയത്തിന്റെ എന്ത് ചെയ്തു, പേരെഴുതി വെച്ചു. പേരുകൾ എഴുതി, പ്രായം എഴുതി, ഏത് നാട്ടിൽ നിന്നാണ് എഴുതി, ഇവർ ഗുഹയിൽ വരാൻ എന്താ കാരണം, വിവരങ്ങൾ മൊത്തം എന്ത് ചെയ്തു, ഒരു പലകയിൽ എഴുതി, ഒരു പിന്നെ പെട്ടിയിലാക്കി. ഈ ഗുഹന്റെ അടച്ച ഈ കല്ലുണ്ടല്ലോ, അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, വെച്ചു. ഇതിനാണ് റഖീം എന്ന് പറയാം. ഇതാണ് എന്താ പറയാ, റഖീം എന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, വേറെ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ആ വാക്ക് തഫ്സീർ പറയുമ്പോൾ പറയാം. പക്ഷെ റഖീമിന്റെ എല്ലാവരും അംഗീകരിക്കുന്ന അർത്ഥം എന്താണ്, ഈ ഫലകം ഉണ്ടല്ലോ, പേരെഴുതിയ ഫലകം. അത് എന്തിനാണത്, പിൽക്കാലത്ത് അന്ത്യനാളിന് മുമ്പെങ്ങാനും ഇവരെ കുറിച്ച് വല്ല ചരിത്രവും അറിയപ്പെടേണ്ടി വന്നാൽ ഒരു വിവരങ്ങൾ കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ടാളുകൾ അവരെ കുറിച്ച് എന്ത് ചെയ്തത്, എഴുതി വെച്ചത്. ഒരു ഫലകം, അതിനാണ് റഖീം എന്ന് പറയാം. ആ ഫലകം എന്ത് ചെയ്തു, ആ കല്ലുകൾക്കിടയിൽ വെച്ചു. അങ്ങനെ ഗുഹ മൂടി രാജാവ് പോന്നു. അവരുടെ മനസ്സിലെന്താണ് എന്താണ് എന്താണ് ഓരോ ഗുഹയിൽ കിടന്നിട്ടെങ്കിൽ എന്തായിക്കോളും, അത് ക്ലോസ് ആയി എന്നവർ വിചാരിച്ച്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു.
വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞല്ല, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. 309 കൊല്ലാണ് ഗുഹയിൽ അവർ ഉറങ്ങിക്കിടന്നത്. ഈ പിന്നെ 250 ചില്ലാൻ വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു രാജാവ് വരെയാണ്, ബൈദറൂസ് രാജാവ്. അതിന്റെ ഇടയിൽ ഈ ദഖ്യാനൂസ് രാജാവ് മരിച്ചു, ഓന്റെ മക്കള് മരിച്ചു, പേരക്കുട്ടികൾ മരിച്ചു, ആളുകളൊക്കെ മാറിപ്പോയി, എല്ലാവരും മരിച്ചു. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. 200 ചില്ലാൻ വർഷങ്ങൾ കടന്നുപോയി. എത്ര വർഷം? 200 ചില്ലാൻ വർഷങ്ങൾ കടന്നു പോവുകയാണ്. അതിന്റെ ഇടയിൽ രാജാക്കന്മാർ പലരും വന്നുപോയി. അവസാനം ഒരു 80 വർഷം ഭരിച്ച ഒരു രാജാവ്, അതാണ് ബൈദറൂസ് രാജാവ് എന്ന രാജാവിന്റെ പേര്. ആ രാജാവ് ആരായിരുന്നു? വിശ്വാസിയായിരുന്നു. പക്ഷെ ആ രാജാവിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്താ സങ്കടം എന്നറിയോ? തന്റെ ആളുകൾ രണ്ടഭിപ്രായമാണ്. ഒരു വിഭാഗം പറയുന്നു ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താവൂല, പുനർജന്മല്ല. അർവാഹുകൾക്കാണ് പുനർജന്മം, വ്യക്തിഗത ശരീരം എന്താവൂല, പുനർജനിക്കൂല എന്നാണ് അവരുടെ വിശ്വാസം. ഒരു വിഭാഗം. എന്നാൽ ഒരു വിഭാഗം എന്തുണ്ട്, പുനർജനിക്കുന്നുള്ള. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാന്ന് അറിയാതെ ഈ രാജാവ് ഇതിൽ ഇങ്ങനെ ആശങ്കപ്പെട്ട് കഴിയുന്ന ഒരു കാലം. എന്ത്? ഒരു കൂട്ടം പറയാണ് റൂഹുകളെ എന്താവുള്ളൂ, പുനർജീവിപ്പിക്കുള്ളൂ, ജസദ് എന്താവൂല, ശരീരം എന്താവൂല, പുനർജീവിപ്പിക്കൂല. അങ്ങനല്ല, അള്ളാഹു അന്ത്യനാളിൽ ജീവിപ്പിക്കുമ്പോ ജസദോട് കൂടിയാണ് എന്ത് ചെയ്യുക, അതുവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, തെളിവ് പറഞ്ഞു കൊടുക്കാൻ രാജാവിന്റെ കയ്യിൽ ഒന്നുമില്ല. എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാന്ന് മനസ്സിലാക്കി ഈ ആളുകളുടെ ഈ വിശ്വാസത്തിന് ഇങ്ങനെ മനം വേദനിച്ച് കഴിയുന്ന ഒരു വിശ്വാസിയായ രാജാവ് ബൈദറൂസ് രാജാവ്. ആ ബൈദറൂസ് രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തിൽ തീരുമാനിക്കാം. അപ്പൊക്ക് എന്തായിട്ടുണ്ട്? 309 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങളായപ്പോ ഈ ഗുഹന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു ആട്ടിടയൻ അല്ലെങ്കിൽ ഒരു കർഷകൻ, അയാള് തന്റെ ആടുകളെ ഈ ഗുഹന്റെ മുഖം തുറന്നപ്പോ എന്റെ ആടുകളെ അതിൻ്റെ ഉള്ളിൽ പാർപ്പിക്കാലോ, മഴയും വെയിലും കൊള്ളാതെ എന്റെ ആടുകളെ സുഖമായിട്ട് പറപ്പിക്കാനൊക്കെ ഈ ഗുഹന്റെ ഉള്ളിൽ സാധിക്കുമല്ലോ, അതുകൊണ്ട് തുറന്നാ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഈ കർഷകൻ അറിയട്ടോ എന്ത്. അപ്പൊക്കെ എന്തായിട്ടുണ്ട്? 300 ചില വർഷമായിട്ടുണ്ട്. ഈ കർഷകൻ എന്ത് ചെയ്തു? ഈ ഗുഹന്റെ മുഖം അടച്ച ഈ ഭാഗം എന്ത് ചെയ്തു? തുറന്നു. എപ്പോ? അള്ളാഹു ഇവർ ഉറക്കിക്കഴിഞ്ഞ് 309 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഗുഹന്റെ മുഖം തുറന്നപ്പോ ഇവർ എന്ത് ചെയ്തു? ഈ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അസ്ഹാബുൽ കഹ്ഫ് എന്ത് ചെയ്തു? ഉണർന്നു. ഈ ഗുഹ തുറന്നോടുകൂടി ഗുഹന്റെ മുഖം തുറന്നോടുകൂടി എന്ത് ചെയ്തു? ഇവര് ഉണർന്നു. അങ്ങനെ ഉണർന്നപ്പോ പിന്നെ പരസ്പരം ഇങ്ങനെ നോക്കി. വലിയ വലിയ അത്ഭുതങ്ങൾ അതിലുണ്ട്. 300 വർഷം കടന്നുറങ്ങിയാൽ എന്താ ഒരു മനുഷ്യനെ സംഭവിക്കാം? മൊത്തമൊക്കെ പേടിച്ചൂലേ? എന്തൊക്കെ വന്ന് താടിക്ക് വളർന്ന ആകപ്പാടെ. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ കാര്യത്തിൽ. ഇവരാ ഉറങ്ങിക്കുന്ന അതേപോലെ, ഒരു മാറ്റമല്ലാതെ. ശരീരത്തിലെ രോമങ്ങൾക്ക് മാറ്റമോ, തൊലികൾക്ക് മാറ്റമോ, നഖത്തിന് വളർച്ചയോ ഒരു മാറ്റമില്ല. അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? അതേപോലെ ഒരു ഉണർന്നപ്പോ ഉണ്ട്. വർഷത്തിലായിട്ടുണ്ട്, 309 വർഷമായിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? തംലീഹ സാധാരണത്തെ പോലെ തംലീഹയുടെ ഭക്ഷണം നോക്കല്. തംലീഹ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാം. പരസ്പരം ചോദിച്ചു നമ്മളിപ്പോ എത്ര ഉറങ്ങി, നമ്മളിപ്പോ എത്ര ഉറങ്ങി? അപ്പൊ ലഭിസ്നോ യൗമനോ ബാലയവും ഒരീസം ഒന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ഒരു പകുതി, ഒരു ദിവസം പകുതിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എത്ര ഉറങ്ങിക്കണേ? 309 വർഷം ഉറങ്ങിക്കണേ. ഇവർ എഴുന്നേറ്റ് പറയാ ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല, നമ്മളിപ്പോ ഇന്നലെ വൈകുന്നേരത്തല്ലേ ഉറങ്ങി, അല്ലേ? ഒരു 6 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഭക്ഷണം കൊണ്ടുവരാൻ എന്നിട്ട് തംലീഹ് എന്ത് ചെയ്തു? فبعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه ولا يتلطف ولا يشعرن بكم أحدا. ശ്രദ്ധിക്കണം കേട്ടോ, പോകുമ്പോ ശ്രദ്ധിക്കണം. ആ രാജാവ് അവിടെ ഉണ്ടാവും. ചിലപ്പോ നമ്മൾ കണ്ടാല് എന്ത് ചെയ്യും? പിടിച്ചു കൊണ്ടുപോകും. രാജാവൊക്കെ എന്നോ മണ്ണായി പോയിക്കണോ. ഇവരെ കരുതുന്ന എന്താണ്? അങ്ങനെ തംലീഹ ഭക്ഷണത്തിന് എന്ത് ചെയ്തു? പുറത്തിറങ്ങി. ഇതിപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഗുഹന്റെ മുഖത്ത് പാറയും കല്ലൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ എന്താ പറയുക, കുറെ കല്ലൊക്കെ കൂട്ടിക്കണേ. എന്താ ഭക്ഷണത്തിന് പോയി ഈ അഫ്സൂസ് പട്ടണത്തിൽ ചെന്നപ്പോ അവിടെയാണ് അത്ഭുതം. പട്ടണമൊക്കെ ആകെ മാറിക്കണ്. അപ്പൊ കരുതി എന്താണ്, എന്നാ വേറെ പട്ടണം ഇരിക്കും കരുതി
മാത്രം പരിചയമുള്ള ആൾക്കാർ ആരും കാണാനില്ല. ആകെ മാറി, അവസ്ഥയൊക്കെ മാറി. എന്തായാലും വേണ്ടില്ല, തൻ്റെ കയ്യിലുള്ള വരിക്ക് വെള്ളി നാണയം എന്ത് ചെയ്തു, ഒരു കച്ചവടക്കാരത്ത് കൊടുത്തു. ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞു. ഇത് കിട്ടിയപ്പോ കച്ചവടക്കാരൻ ഇതിപ്പോ എന്താണ്, എടാ നോക്കടാ ഇതെന്താണ്, അപ്പോ നോക്കടാ കൊണക്കട, അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ കൈമാറി നോക്കുമ്പോ എന്താണ്, ദഖ്യാനൂസ് രാജാവിന്റെ ചിത്രമുള്ള, എന്ന് 300 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചു പോയ രാജാവിന്റെ കാലത്തുള്ള നാണയാണ്. അപ്പൊ ചോദിച്ചു, നമുക്ക് എവിടെ നിന്ന് കിട്ടി വെച്ചു, നമുക്ക് വല്ല നിധിയും കിട്ടിയോ വെച്ചു. നിധിയോ, നിധിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇവനെവിടുന്ന വെച്ചു, ഇത് ദഖ്യാനൂസ് രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളതാണല്ലോ. അപ്പോ അവിടെ ഇങ്ങനെ ഈസാ നബിയെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈസാ നബിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഈസാ നബിന്റെ വിശ്വാസത്തിലേക്ക് വന്നിട്ട്, അപ്പോ ഇവര് ഈ ഈസാ നബിനെ വിശ്വസിക്കുന്നവരെ രാജാവ് കൊന്നിട്ടില്ല, എന്തേ കൊല്ലാഞ്ഞാവോ, എന്താ പോന്നാവോ. അങ്ങനെ ചിന്തിക്കുമ്പോ ആളുകൾ മൊത്തം അറിഞ്ഞു ഇത് ഈ സംഭവം. എന്ത് നാണയം അന്ന് നിലവിലില്ലാത്തൊരു നാണയമാണല്ലോ, 300 വർഷം മുമ്പ് കഴിഞ്ഞു പോയ ഒരു നാണയം കൊണ്ടാണ്. ഭയങ്കര അത്ഭുതമായി. അങ്ങനെ ചർച്ച ചെയ്യും, അങ്ങനെ വിഷയമായി. ആ നാട്ടിലത്തെ എല്ലാവരും അറിഞ്ഞു. അവര് രാജാവിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു, ഇയാളെ കൊണ്ടുപോയി. ആരെ? ഈ തംലീഹയെ. ഏത് രാജാവിന്റെ അടുത്തേക്ക്? ബൈദറൂസ് രാജാവ്, അന്ന് വിശ്വാസിയായ ബൈദറൂസ് രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവാണെങ്കിൽ ഒരു ചാൻസ് കാത്തിരിക്കാണ്. അങ്ങനെ ചെന്ന് പറഞ്ഞു. അപ്പോ ഇവര് രാജാവ് 2 ആളുകളെ പറഞ്ഞയച്ചു ഗുഹയിലേക്ക്. പറഞ്ഞു, ഞങ്ങളങ്ങനെ നിധി കിട്ടിയൊന്നല്ല, ഇതിപ്പോ ഞങ്ങളുടെ കൂടെ നിങ്ങളടുത്തുള്ള പൈസയാണ്, ഭക്ഷണം എന്റെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗുഹയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളവിടെ ഉറങ്ങാൻ കിടന്നാണ്, ഞങ്ങളവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, സാധാരണ ഭക്ഷണം വാങ്ങാൻ വരുന്ന മാതിരി വന്നതാണ്. അപ്പൊ എന്ത് ചെയ്തു, രാജാവ് 2 ആളുകളെ പറഞ്ഞയച്ചു ഇവരെ കൂടെ. കുറെ പരിവാരങ്ങളും. ചെന്ന് നോക്കുമ്പോ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഹയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഗുഹ പൊളിച്ചനോടെ ഈ കല്ലുകൾക്കിടയിൽ നിന്ന് എന്ത് കിട്ടി, ഈ റഹീം കിട്ടും ചെയ്തു. അപ്പൊ വായിച്ചു നോക്കുമ്പോ ഇവര് ദഖ്യാനൂസ് രാജാവിന്റെ കാലത്ത് 300 ചില വർഷങ്ങൾക്ക് മുമ്പ് ആ രാജാവിനെ പേടിച്ച് നാട് വിട്ടുപോയവരാണ് എന്നെന്ത് ചെയ്തു, ഈ റഹീമിൽ നിന്ന് എന്ത് ചെയ്തു, അവർക്ക് ഇവരെ മനസ്സിലായി. വേഗം രാജാവിനെ അറിയിച്ചു. രാജാവ് വന്നു. ധാരാളം ആളുകൾ, ഒരു പടക്ക ആളുകൾ കൂടെ വന്നു. ഈ ഗുഹയിൽ കയറി രാജാവ് എന്ത് ചെയ്തു, ഇവരോട് സംസാരിച്ചു. പരസ്പരം അങ്ങോട്ട് മസീദ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, രാജാവ് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ ഒന്നും കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കിടന്നിട്ട് എന്ത് ചെയ്തു, അത് അവസാനത്തെ കിടത്തായി. അങ്ങനെ ആ കിടത്തത്തിൽ എന്ത് ചെയ്തു, അള്ളാഹു അവരെ മരിപ്പിച്ച കളയാണ്. അങ്ങനെ രാജാവ് പുറത്തിറങ്ങിയിട്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പള്ളി കെട്ടണം. അവിടെ എന്ത് ചെയ്തു, ഒരു പള്ളി സ്ഥാപിച്ചു. മാത്രമല്ല അവിടെ ആ ദിവസം യൗമൻ മഷ്ഹൂദൻ, വലിയ ഒരു സംഭവത്തിന്റെ ആ ഒരു ദിവസമായി എന്ത് ചെയ്തു, അന്ന് അവരെ അതിനെ ഭയങ്കര സംഭവമാക്കി മാറ്റി. അങ്ങനെ എന്ത് ചെയ്തു, ഇവര് അവിടെ കടന്ന് എന്ത് ചെയ്യാണ്, അള്ളാഹ് അവിടെ വഫാത്താക്കാണ്. ഏത് ഈ സംഭവം. അപ്പൊ പുറത്തല്ല. അപ്പൊ രാജാവിന് ബോധ്യായി, ജനങ്ങൾക്കും ബോധ്യായി. എന്ത്, റൂഹുകൾ മാത്രമല്ല ആളുകളുടെ ജസദോടു കൂടി തന്നെ എന്ത് ചെയ്യും, അള്ളാഹു പുനർജീവിപ്പിക്കും. കാരണം 300 ചില അവിടെ കൊല്ലം വർഷം കടന്നുറങ്ങിയില്ലേ, എന്നിട്ട് ജീവിച്ചപ്പോ എന്തോടുകൂടെ തന്നെയാണ്, ജസദോടു കൂടിയാണ്. അതുകൊണ്ട് രാജാവിന്റെ ആ സങ്കടം മാറി. ആ രാജാവിനും എന്തായി, ഒരു തെളിവായി. എന്ത്, ആളുകളോട് പറയാൻ. അങ്ങനെ ആളുകൾ മൊത്തം എന്ത് ചെയ്തു, ആ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ രാജാവ് ഒരു സ്വർണത്തിന്റെ പെട്ടി ഉണ്ടാക്കി അവരെ മറവ് ചെയ്യാൻ കൽപ്പിച്ചു. അവരെന്ത് ചെയ്തു, അങ്ങനെ രാജാവ് അന്ന് രാത്രി സ്വപ്നം കാണാണ്, ഞങ്ങളെ സ്വർണത്തിന്റെ പെട്ടിയിലൊന്നും എന്ത് ചെയ്യണ്ട, ആക്കണ്ട, ഞങ്ങൾ സാധാ ഇവിടെ കടന്നിരുന്ന മാതിരി ഞങ്ങളുടെ ജസദ് മണ്ണിൽ ചേരേണ്ടവരാണ്, അതുകൊണ്ട് ഞങ്ങളെ മണ്ണിൽ തന്നെ എന്ത് ചെയ്താൽ മതി, കടത്തിയാൽ മതി. അങ്ങനെ രാജാവ് ഒരു മരത്തിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു, മറവ് ചെയ്തു. അവിടെ എന്ത് ചെയ്തു, ഒരു പള്ളി സ്ഥാപിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ആ സംഭവം. അതാണ് എന്ത്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിന്റെ രത്ന ചുരുക്കം. ഇതാണ് സംഭവം. അത് പിന്നെ ഈ ഈസാ നബിന്റെ കാലശേഷമൊക്കെയാണ് എന്ത് ഈ സംഭവം നടക്കുന്നത്. അപ്പോ ആ സംഭവമാണ് അന്ന് അറബികൾക്കിടയിൽ ഇത് പ്രചാരത്തിലുണ്ടായിരുന്ന ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന്. അതാണ് ഇവര് ചോദിച്ചത്, ആ സംഭവം അറിയുമോന്ന്. അപ്പൊ അള്ളാഹ് പറഞ്ഞു തുടങ്ങിയ എന്താണ്, അതൊരു വലിയ സംഭവമാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട വിചാരിക്കുക. സംഭവം വലിയ സംഭവം തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ അത്ഭുതകരമാണ് എന്ത്, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ. അതുകൊണ്ട് നബി അങ്ങനെ വലിയൊരു സംഭവമായിട്ട് എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ച് കരുതണ്ട എന്നുള്ളത്. ഈ സംഭവത്തെ കുറിച്ചാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്ന് ഖുർആൻ എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ആയത്തുകൾ ഇങ്ങനെ വായിച്ച ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ആയത്തിൽ
ആയത്തിന്റെ ചില ഭാഗങ്ങളിൽ അത്ഭുതകരമായ ചില തഫ്സീറുകളുണ്ട്, നമ്മൾ കേൾക്കാൻ, നമ്മൾ മനസ്സിലാക്കുന്ന സംഭവങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോ പറഞ്ഞു വന്നത് പിന്നെ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ ഇദ് അവൽ ഫിത്രിയത്തു ലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റസദാ. ഇവിടെ റഖീം എന്ന് പറഞ്ഞാൽ, റഖീം 2-3 മിനിറ്റ് കൂടി ഉണ്ട് ബാക്കി. റഖീം എന്ന് പറഞ്ഞാൽ റഖീം എന്ന വിഷയത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 7 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഖീം എന്നാണ്. 7ഉം തള്ളാൻ പറ്റാത്ത അഭിപ്രായങ്ങളാണ്. റഖീം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്മു ഖറിയത്തിൻ, നാടിന്റെ പേരാണ് റഖീം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവിന്റെ പേരാണ് റഖീം എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ എന്താണ് പറയാ, കെട്ടിടമാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെ പല ജാതി അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. വേറെ ചിലർ പറഞ്ഞത് ഈ അസ്ഹാബുൽ കഹ്ഫിനെ പോലെ തന്നെ വേറെ ചില ടീമുകൾ ഉണ്ടായിരുന്നു, ഗുഹയിൽ ഉറങ്ങിയ വേറൊരു വിഭാഗം ആളുണ്ടായിരുന്നു, അവരെ കുറിച്ചാണ് എന്ത് റഖീം എന്ന് പറയാം, അസ്ഹാബുൽ റഖീം എന്ന് പറയാന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇമാം ലഹാക്കിന്റെ അഭിപ്രായമാണ് റഖീം ബൽദത്തുൻ ബിറൂമി, റോമിലെ ഒരു നാടാണ് ഇത് റഖീം. അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. 21 ആളുകൾ എന്ത് ചെയ്തു, അവിടെ കടന്നുറങ്ങിയിരുന്നു. അവരെ സംബന്ധിച്ചാണ് എന്ത് പറയാ, അസ്ഹാബുൽ കഹ്ഫിനെ പോലെ തന്നെ വേറെ സംഭവത്തെ കുറിച്ചാണ്, അവർക്കാണ് റഖീം എന്ന് പറയാന്നാണ് ഇമാം ലഹാക്കിന്റെ അഭിപ്രായം. പക്ഷേ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് പറയാണ്, ഖുർആൻ മുഴുവനും എനിക്കറിയാം, പക്ഷെ 4 കാര്യങ്ങൾ മാത്രം എനിക്കറിയില്ല ഖുർആനിലെ. റഖീം എന്ന് പറഞ്ഞാൽ അത് കിതാബാണോ അതോ കെട്ടിടമാണോ എന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായി അറിവില്ല എന്നാര്, ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്. മാത്രല്ല പിന്നെ എനിക്ക് ഖുർആനിലെ പല കാര്യങ്ങളും കുല്ലുൽ ഖുർആനി ആയിടമോ, ഖുർആൻ മുഴുവനും എനിക്കറിയാം, പക്ഷേ ഇല്ല ഹനാനൻ വൽ അവ്വാഹു റഖീം. ഹനാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അവ്വാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും റഖീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, എനിക്കറിയാം എന്നാര്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്. ഈ 3 കാര്യങ്ങൾ എനിക്ക് എന്താവില്ല, അറിയില്ല, ബാക്കിയുള്ളതൊക്കെ അറിയാം. അപ്പൊ റഖീം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല, ഇബ്നു അബ്ബാസ് തങ്ങൾക്കും ഉറപ്പില്ല. എന്നിട്ട് പറഞ്ഞു ഇമാം തൊബരി റളിയല്ലാഹു പറഞ്ഞു, ഈ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഏറ്റവും നല്ലതും ഏറ്റവും ശരിയായതുമായ അഭിപ്രായം ലൗഹുൻ ഔ ഹജറുൻ ഔ ശൈഉൻ കുതിബ ഫീഹി കിതാബുൻ, ഇന്ന ദാലിക ലൗഹുൻ കുതിബ ഫീഹി അസ്മാഉ അസ്ഹാബിൽ കഹ്ഫി വഖബറഹും ഹീന ആഉ ഇലൽ കഹ്ഫി. ഗുഹയിലേക്ക് ഇവർ ചെന്നപ്പോ ഇവരെ കുറിച്ച് കൊട്ടാരത്തിലുണ്ടായിരുന്ന 2 ആളുകൾ ഇവരുടെ പേരും ഇവരുടെ വിവരങ്ങളും ഇവരുടെ സംഭവങ്ങളും രേഖപ്പെടുത്തി വെച്ച ഒരു പലക, അതാണ് റഖീം എന്നതാണ് ഈ അഭിപ്രായങ്ങൾക്കിടയിൽ ഏറ്റവും ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായം ഇതാണ് എന്ന് ഇമാം തൊബരി റളിയല്ലാഹു തആല. റഖീമിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, റഖീം എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ച് ആ ഫലകം ഉണ്ടല്ലോ, ഫലകം, ചെമ്പിന്റെ ഫലകം, ചെമ്പാണെന്നുണ്ട് മരാണെന്നൊക്കെ ഉണ്ട്, പക്ഷെ ചെമ്പാവാനാ കൂടുതൽ സാധ്യത. അത് ഒരു പെട്ടിയിലാക്കി ഈ കല്ലുകൾക്കിടയിൽ എന്ത് ചെയ്തിരുന്നു, വെച്ചിരുന്നു. അത് കിട്ടിയപ്പോഴാണ് എന്തായത്, പിന്നീട് മനസ്സിലായത് ഇവർ ആരാണ്, ഇന്ന ആൾക്കാരെന്ന് മനസ്സിലായി. അതിനാണ് എന്ത് പറയാ, റഖീം എന്ന്. അപ്പോ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, കഹ്ഫ് റഖീമിന്റെ ആളുകൾ, ഈ പറയപ്പെട്ട ആളുകൾ, കാനൂ മിൻ ആയാതിനാ അജബാ, അവർ വലിയ അത്ഭുതമാണെന്ന് നബി അങ്ങ് വിചാരിക്കുന്നുവോ. ഇത് അവൽ ഫിത്രിയത്തു, യുവാക്കൾ പ്രവേശിച്ചപ്പോൾ കഹ്ഫി, ഗുഹയിലേക്ക്, ഫഖാലു, അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ. നല്ലൊരു ദുആ ആണ് കേട്ടോ, നല്ലൊരു ദുആ ആണ് ഇത്, ഖുർആൻ പറഞ്ഞ നല്ലൊരു ദുആ. എപ്പോഴും തുറന്നോളി, എന്ത്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റസദാ. നമ്മളെ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു തീരുമാനം അല്ലാഹ് ഉണ്ടാക്കി തരും. നമ്മളിങ്ങനെ അന്തം വിട്ടുക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യാന്നറിയാതെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വിഷയം വരുമ്പോ ഇനി എന്താ ചെയ്യാന്ന് അന്തം വിട്ടുക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹ് എന്ത് ചെയ്യും, വഴി തുറന്നു തരും. തുറന്നു തരാനാ പറയണത്. ഫളറബ്നാ അലാ ആദാനിഹിം,
അവിടെ ചെവി അവർക്ക് നാം ഉറക്കട്ട് കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. റബ്ബനാ അലാ ആദാനിഹിം, ചെവിന്റെ മേൽ അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത തഫ്സീറിൽ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതാണ് എന്ത് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിന്റെ സംക്ഷിപ്ത രൂപം, ചുരുങ്ങിയ രൂപം. ബാക്കി നമുക്ക് തഫ്സീർ പറയുമ്പോൾ ബാക്കിയുള്ള ആയത്തുകൾ, ഇതിപ്പോ അല്ലാഹ് ചുരുക്കി പറഞ്ഞ ഭാഗം, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, ഞാൻ നിങ്ങൾക്ക് അവരെ കാര്യം സത്യസന്ധമായി വിശദീകരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ബാക്കി അത് തുടങ്ങുന്നത്. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ എന്തിട്ട് മനസ്സിലാക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ആ മഹാന്മാരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അവന്റെ യഥാർത്ഥ അടിമയായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഖുർആൻ കൊണ്ട് അള്ളാഹു നമ്മെ ഈ ലോകത്ത് വിജയിപ്പിക്കട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമീനായ രാജാധിരാജനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ മഹാന്മാരാകുന്ന, നിന്റെ ഇഷ്ടദാസന്മാരാകുന്ന, നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ദീനിനെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അവരുടെ മദദ് നൽകണേ റബ്ബേ. അല്ലാഹ്, അവരുടെയൊക്കെ ഹക്ക് ജാഹ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനിനും നീ ഖുവ്വത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഈ കെട്ടകാലത്ത് നിന്നെ കുറിച്ച് ദൃഢമായ വിശ്വാസത്തിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഖൈർ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ റഹ്മാനേ. സദുദ്ദേശങ്ങൾ നിറവേറ്റണേ റഹ്മാനേ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഇവിടെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. അല്ലാഹ്, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. ദുനിയാവ് ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. ആഖിറത്ത് ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണേ റബ്ബേ. പ്രവാസികൾക്ക് നീ രക്ഷയും സലാമത്തും നൽകണേ റബ്ബേ. അല്ലാഹ്, പരജാതി കാര്യങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ചാരിറ്റി പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നവരുണ്ട്, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ടവരുണ്ട്, മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട അഷ്റഫ് കയ്യും കുഞ്ഞു മുഹമ്മദ് കയ്യും അല്ലാഹ്, നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഖബറും നിസ്സാരമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. അല്ലാഹ്, കലിമത്ത് തൗഹീദിനായി ജീവിച്ച് കലിമത്ത് തൗഹീദിനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അന്ത്യം നന്നാക്കി തരണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.